ഹലോ മൈക്ക് ടെസ്റ്റിംഗ് 1 2 3. ഓക്കെ. എൻ്റെ പേര് ശശി മേസ്ത്രി എന്നുള്ളവർ വിളിക്കും, ശശി അണ്ണ എന്ന് വിളിക്കും. നമുക്ക് ഈ ബിൽഡിംഗ് വർക്കും കാറിൻ്റെ പണിയൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യണ പണി. ഇപ്പം ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കും. ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം എന്നു വെച്ചാൽ ഞാൻ രാവിലെ നമ്മൾ എൻ്റെ പണി സൈറ്റ് വന്നിരുന്നു നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന പയ്യന്മാരെടുത്തും പിന്നെ നമ്മളെ ബംഗാളി ഭാര്യടുത്തൊക്കെ കാര്യമൊക്കെ പറഞ്ഞിരിക്കും. ഇപ്പോൾ ആണ്ട ഈ കൊറോണയൊക്കെ വന്നപ്പോൾ പിന്നെ ലോക്ക്ഡൗണൊക്കെ ആയപ്പോൾ പിന്നെ പണിയില്ല, എല്ലാവരും ഇല്ല, ആരുമില്ല, സംസാരിക്കാൻ ആരുമില്ല. എനിക്കാണെങ്കിൽ ഞാൻ ഈ സംസാരിക്കാതിരിക്കുമ്പം എന്തരാ പോലെയാണ്. അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി എല്ലായിടത്തും സംസാരിക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ കാണണം, നമുക്ക് സംസാരിക്കാം, പല പല ലോക കാര്യങ്ങൾ സംസാരിക്കാം. എനിക്കങ്ങ് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കൂടെയൊക്കെ. ഓക്കെ. അത് തന്നെ. ശശിയില്ലേ മാമ? നമ്മുടെ ധോണി, MS ധോണി, ഇന്ത്യൻ ക്രിക്കറ്റർ വിരമിച്ച്. നല്ലൊരു ചെറുക്കനായിരുന്നു, നല്ലോണം കളിക്കും. നമുക്ക് എത്ര കപ്പുകളാണ് അവൻ നേടിത്തന്നെ അറിയാമോ? 3, അതായത് വേൾഡ് കപ്പ്, T20 വേൾഡ് കപ്പ്, ചാമ്പ്യൻസ് ട്രോഫി. ഇത് 3 അവൻ നമുക്ക് വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി എടുത്തു തന്നിട്ടുണ്ട്. അത്ര നല്ലൊരു കളിക്കാരനായിരുന്നു. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, നമ്മുടെ അപ്പുറത്തെ ഗോപാലൻ്റെ വീട്ടിൽ പാലുകാച്ചിൻ്റെ അന്നായിരുന്നു 2004 അവൻ ആദ്യമായിട്ട് കളിക്കാൻ വേണം ഡിസംബറിൽ. ഞാൻ കളി കണ്ടുകൊണ്ടിരിക്കണം. അന്ന് നമ്മളെ വീട്ടിൽ TV ഒന്നുമില്ല. ഈ പാലുകാച്ചി വീടിൻ്റെ ഇപ്പുറത്തെ വീട്ടിൽ നമ്മൾ കൂടുതൽ സെറ്റ് നടിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ TV ഇട്ടു. അപ്പോൾ കണ്ട ഒരു പുതിയ പയ്യൻ മുടിയെ കളിച്ച് പയ്യൻ വന്ന് കളിക്കുന്നു. പക്ഷെ അന്ന് അവനൊന്നും കളിക്കാനൊന്നും പറ്റില്ല, റണ്ണൗട്ടാക്കി കളഞ്ഞു അവനെ. പക്ഷെ അന്ന് എനിക്ക് അവനെ കണ്ടപ്പോൾ എനിക്കറിയായിരുന്നു അവൻ്റെ ബാറ്റ് കറക്കിയുള്ള അടി. പിന്നെ അത് ഹെലികോപ്റ്റർ ഷോട്ട് എന്നൊക്കെ എല്ലാവരും പറഞ്ഞെങ്കിലും എനിക്ക് അവൻ്റെ ആ ബാറ്റ് കറക്കിയുള്ള അടി കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. സത്യമാണ്, നിന്നാണ് നല്ല സൂപ്പർ കളിയെന്ന് പറഞ്ഞത്. ചെറുക്കൻ ബാറ്റ് കറക്കിയുള്ള കളിയും അവൻ്റെ ഓട്ടവും ആ സ്റ്റമ്പിൻ്റെ പുറകെ നിൽക്കണൊക്കെ ഒരു കലയായിരുന്നു. 2007 ധോണി ക്യാപ്റ്റനാണത്. നമ്മൾ രാഹുൽ ദ്രാവിഡിന് ശേഷമാണ് ധോണി ക്യാപ്റ്റനാണത്. കാരണം 2007 വേൾഡ് കപ്പിൽ നമ്മൾ ബംഗ്ലാദേശിനോട് തോറ്റക്കഞ്ഞ് വെളിയായല്ലേ. അതിനുശേഷമാണ് 2007 പിന്നെ ധോണി ക്യാപ്റ്റനാണ്. പക്ഷെ എന്നാൽ അന്ന് തൊട്ട് നമ്മളെ ഇന്ത്യൻ ടീമിൻ്റെ ഭാഗ്യം തെളിഞ്ഞു. നമ്മളെ ചക്ര ഇന്ത്യ സിനിമ ഇറങ്ങിയ പോലെ അന്ന് തെളിഞ്ഞു വരെയാണ് നമ്മളെ ഭാഗ്യം. 2007 T20 വേൾഡ് കപ്പ് നമ്മളങ്ങ് പാകിസ്ഥാനെ തോപ്പിച്ച് കപ്പെടുത്തു. ഞാൻ ആ ശ്രീശാന്തിൻ്റെ കൈൻ്റെ തുമ്പിലൊക്കെ ക്യാച്ചിങ്ങനെ ഓർമ്മയുണ്ട ബോൾ ഇരുന്നത്. അപ്പോൾ അതിലെങ്ങാനും ക്യാച്ച് കിട്ടുന്നെങ്കിൽ നമ്മൾ തോറ്റനെ. പക്ഷെ അതുകൊണ്ട് ധോണി പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി. ഞാൻ 2009 T20 വേൾഡ് കപ്പ്, 2010, 2012, 14, 16 ഇതിലെല്ലാം നമ്മൾ ധോണി തന്നെയായിരുന്നു ക്യാപ്റ്റൻ. പിന്നെ 2015 അറിയാലോ നമ്മൾ വേൾഡ് കപ്പ് എടുത്തു. ആ ശ്രീലങ്കകളെ കളിയൊന്നും പറയേണ്ട കാര്യമില്ല, കപ്പെടുത്തു. അതേപോലെ 2013 ചാമ്പ്യൻസ് ട്രോഫി. അങ്ങനെ 3 ഫോർമാറ്റിലും നമുക്ക് ഇന്ത്യയെ കപ്പെടുത്തു തന്നതല്ല. നമ്മൾ ഓസ്ട്രേലിയക്കാരന്മാരെ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഇതുള്ളത് നമ്മളെ ധോണിക്കാണ്. 100 കളിയൊക്കെ ജയിപ്പിച്ചിട്ടുണ്ട്. വൺ ഡേയിൽ 100 കളി ഒറ്റയ്ക്ക് ജയിപ്പിച്ച ക്യാപ്റ്റൻ തന്നെ ധോണി തന്നെയാണ്. ആ ധോണിയാണ് നമ്മൾ 74ാമത്തെ ഇൻഡിപെൻഡൻസ് ഡേ അന്ന് പ്രത്യേകത എഴുതുന്നത്. പക്ഷെ ഇങ്ങനെയുണ്ട് IPL ഉണ്ടല്ലേ, 2010 IPL, 2011 IPL, 2015 IPL ഇതിലെല്ലാം അവൻ കപ്പെടുത്ത് കൊടുത്തില്ലേ എന്നെ സൂപ്പർ കിങ്സിന്. തമിഴ്നാട്ടുകാരെ തലയെണ്ണമായി എന്നയിലൊക്കെ ചെന്ന് ചോദിച്ചാൽ മതി. ധോണി എന്ന് പറഞ്ഞാൽ തലയെണ്ണ അവർ പറയുള്ളൂ. അത്രയ്ക്ക് സ്നേഹമാണ് അവന്മാർ, തങ്കാണ് അവന്മാർ ധോണി എന്ന് പറഞ്ഞാൽ. പിന്നെ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഇഷ്ടപ്പെടണമെങ്കിൽ ആ ടോപ്പ് കാണുന്ന സബ്സ്ക്രൈബർ ബട്ടണൊന്ന് എത്തിക്കണേ. പറ്റുമെങ്കിൽ അടുത്തിങ്ങനെ മണിയിൽ കൂടെ ഒന്ന് താങ്ങിക്കും. നമ്മ കിടക്കട്ടെ, നമുക്ക് എപ്പോഴും കണ്ട് സംസാരിക്കാമല്ലേ. എനിക്ക് എപ്പോൾ സംസാരിക്കാൻ തോന്നിയാൽ നിങ്ങളുടെ ഓടി വരാമല്ലേ. അതുകൊണ്ട് അതെങ്കിൽ ഞെക്കി പിടിച്ചേരേ, നിൽക്കില്ല മണിയിലും തൊട്ടേരായിരുന്നു. പക്ഷേ ധോണിയുടെ കളിയാണെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും നമുക്ക് അറിവില്ലായിരുന്നു കേട്ടോ. ആ 2016 പടം ഇറങ്ങിയില്ലേ, ധോണി അൺടച്ച്ഡ് സ്റ്റോറി, അൺടോൾഡ് സ്റ്റോറി അല്ലേ, അത് തന്നെ. അതിറങ്ങിയപ്പോഴാണ് ഇതിൻ്റെ പഴയ കാര്യങ്ങളൊക്കെ ഞാൻ അറിയണത്. ഇത് എങ്ങനെയാണ് മറ്റേ സ്കൂളിൽ പഠിച്ചതും കളിക്കാൻ വന്നതൊക്കെ. ഞാനത് ഭയങ്കര സംഭവം കേട്ടോ. ആ സിനിമ കണ്ടാണ് അത്. ഈ ഇടയ്ക്ക് ഈ ക്വാറന്റൈൻ സമയത്തൊക്കെ അല്ലെങ്കിൽ കോവിഡ് വന്ന സമയത്തൊക്കെ നമ്മൾ ഏഷ്യനെറ്റിൽ മറ്റേ മലയാളം സബ്ടൈറ്റിൽ കാണിച്ചത്.
അപ്പോഴാണ് മനസ്സിലായത്. അല്ല നമുക്ക് ഈ ഹിന്ദി നേർന്നു അത് കണ്ട് മനസ്സിലാക്കിയാണ് ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ധോണിയെ കുറിച്ച് കൂടുതൽ. പക്ഷെ ആ സിനിമയുടെ കാര്യം പറയുമ്പോൾ ഇപ്പോഴൊരു വിഷമം തന്നെ. അതിലെ നടൻ ചെറുക്കൻ അവൻ ചെയ്തത് വല്ലാത്തൊരു ചെയ്തായി. നല്ലൊരു ചെറുക്കനായിരുന്നു. അവനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് പിന്നെ അവനെക്കുറിച്ച് അങ്ങനെ പിന്നെ പറയാം. ഇപ്പം എല്ലാവരും അവനെക്കുറിച്ച് അങ്ങ് പറച്ചില്ല ഇവിടെ പറച്ചില്ല എന്ന കൊച്ചു. അപ്പോൾ ഈ പറഞ്ഞ പോലെ പക്ഷേ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക. പിന്നെ എനിക്ക് വേറൊരു നിങ്ങൾക്ക് പറയാനുള്ളത്, എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യണം. എന്നാലും എനിക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഞാൻ ഇനിയും പറയണോ അല്ലെങ്കിൽ ഇനി എന്തെന്നെ കുറിച്ച് പറയണം എന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അതുകൂടെ ഈ കമൻറ്റിലൊക്കെ ഇട്ട് പറയണം. എന്നാൽ ഇങ്ങനെ ചെയ്യണം അല്ല ഇങ്ങനെ ചെയ്യല്ല എന്നൊക്കെ പറഞ്ഞു തരണം. എനിക്ക് ശീലമില്ലല്ലേ, അപ്പോൾ നിങ്ങൾ പറഞ്ഞു തരണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും അല്ലെങ്കിൽ മണിയിലും ക്ലിക്ക് ചെയ്യും എന്നുള്ള വിശ്വാസത്തിൽ അന്ന് ഇന്നത്തേക്ക് പോകണം. നമുക്ക് അടുത്ത ദിവസം കാണാം.